യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമവായ ചർച്ചകൾ വഴിമുട്ടുമ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായത്തിന് ശ്രമിക്കുകയാണ് ഖത്തർ. പോയ വാരം വിവിധ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ച് ഖത്തർ അമീർ നടത്തിയ ആ ശ്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി. പശ്ചിമേഷ്യൻ സംഘർഷവും അതിർത്തി കടന്നുള്ള ഇറാന്റെ ആക്രമണവും ശമനമില്ലാതെ തുടരുന്ന വേളയിലായിരുന്നു സൗദിയിലേക്കും UAE-യിലേക്കുമുള്ള ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുടെ സന്ദർശനം. ജിദ്ദയിൽ വച്ചായിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച. ഇതേ ചർച്ചയിൽ ജോർദാനിലെ അബ്ദുള്ള രാജാവും പങ്കെടുത്തു. തൊട്ടടുത്ത ദിവസം തന്നെ ഖത്തർ അമീർ അബുദാബിയിലേക്ക് പറന്നു. അവിടെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച. GCC രാഷ്ട്രങ്ങളെല്ലാം ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ പ്രാദേശിക സുരക്ഷാ ഏകോപനം, ഇറാനെതിരെയുള്ള യോജിച്ച നീക്കം എന്നിവയായിരുന്നു ഈ കൂടിക്കാഴ്ച പ്രധാനമായും ലക്ഷ്യം വെച്ചത്. സംഘർഷങ്ങൾ എതിരിടേണ്ടി വരുന്നത് കൊണ്ട് മാത്രമല്ല, ആഗോള ഊർജ വിപണിയുടെ കേന്ദ്രമായി ഗൾഫ് തുടരുന്ന സാഹചര്യത്തിലും ഈ കൂടിക്കാഴ്ചക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ടായിരുന്നു. അതിനിടെ യുക്രൈനുമായി ഖത്തർ സുപ്രധാനമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത് തലക്കെട്ടുകളിൽ ഇടം പിടിച്ചു. പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ ദോഹ സന്ദർശന വേളയിലാണ് കരാർ യാഥാർത്ഥ്യമായത്. മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുന്നതിനുള്ള വൈദഗ്ധ്യ കൈമാറ്റം, പ്രതിരോധ നിക്ഷേപം തുടങ്ങിയവ ഉൾപ്പെട്ട സമഗ്ര കരാറുകളിലാണ് ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത്. റഷ്യയിൽ നിന്നുള്ള ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ യൂറോപ്യൻ രാഷ്ട്രം നേടിയെടുത്ത അനുഭവ സമ്പത്താണ് ഖത്തർ ഉപയോഗപ്പെടുത്തുന്നത്. 4 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ 80%-ലേറെയാണ് യുക്രൈൻ്റെ ഡ്രോൺ ഇൻ്റർസെപ്ഷൻ റേറ്റ്. കഴിഞ്ഞ വർഷം മാത്രം 40,000-ലേറെ ഡ്രോണുകളാണ് യുക്രൈൻ വിജയകരമായി പ്രതിരോധിച്ചത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പോയ വാരം ഖത്തർ എനർജിക്കു നേരെ വീണ്ടും ആക്രമണമുണ്ടായി. ഖത്തർ എനർജിയുടെ നിയന്ത്രണത്തിലുള്ള അക്കോ 1 എന്ന എണ്ണ ടാങ്കറിനു നേരെയായിരുന്നു ക്രൂസ് മിസൈൽ ആക്രമണം. പാകിസ്ഥാൻ വേദിയാകുന്ന മധ്യസ്ഥ ചർച്ചകളിൽ തങ്ങളില്ലെന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രശ്നപരിഹാരത്തിന് വിവിധ രാഷ്ട്രങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും രാജ്യം ഉറപ്പു നൽകുന്നു. GCC രാഷ്ട്രങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ഖത്തർ അമീറും അതുപോലെ GCC രാഷ്ട്ര നേതാക്കളും തമ്മിൽ വലിയ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം US ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകൾ, പാകിസ്ഥാനിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ ഖത്തർ പങ്കെടുക്കുന്നില്ല. എന്നാൽ ആ ചർച്ചകൾക്ക് ഖത്തർ സമ്പൂർണ്ണ പിന്തുണ നൽകുകയാണ് എന്നാണ് വിദേശകാര്യ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി വ്യക്തമാക്കുന്നത്.